ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ 65യുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ 65 റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ചിക്കൻ 65യുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വോയിസ് കൊടുക്കാൻ കേട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചില്ലി സോസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉണക്കമുളകും ഒരു 2-3 വെളുത്തുള്ളി പിന്നെ കുറച്ച് വലിയ ജീരകം ഇതെല്ലാം കൂടി ചൂട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു 65 ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് ഈ ഒരു ചില്ലി സോസ് മതി കേട്ടോ. അപ്പം ചില്ലി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ചില്ലി സോസ് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് വലിയ ജീരകത്തിൻ്റെ പൊടി. അത് വറുത്ത് പൊടിച്ച് തന്നെ വേണം. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം ഞാൻ 1 ടീസ്പൂണ് വലിയ ജീരകം ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ പൊടിക്കുന്നില്ല, അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാനുണ്ടല്ലോ അതിൻ്റെ കൂടെ ഞാനിതുപോലെ ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വറുത്ത് പൊടിച്ചത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ചധികം വറുക്കാൻ വേണ്ടി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ആകുമ്പോൾ കുറച്ച് നല്ല കളർ ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. പിന്നെ നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു മാരിനേഷൻ ഉണ്ടാക്കുക, വെള്ളം ഒട്ടും ഒഴിക്കാണ്ട്. പിന്നെ ചിക്കനിലാണെങ്കിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. വലിയ പീസൊക്കെ ആകുമ്പം അതിൽ മാരിനേഷൻ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസൊക്കെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ എല്ലുള്ള പീസും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷമാണ് ഇതിലോട്ട് ഒരു മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക, പക്ഷേ മുട്ടയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ വെള്ള മാത്രം മതി. ഇനി ഇതിലോട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവും പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. ഇനി എത്ര ചിക്കൻ ആണെങ്കിലും അളവിൽ ഒരേ സെയിം അളവിൽ തന്നെ ഈ 2 പൊടികളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റ് മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഷാലോ ഫ്രൈ ചെയ്യരുത് കേട്ടോ ഈ ഒരു ചിക്കന്. അതുപോലെ പലരും പറയാറുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകുന്നുണ്ടെന്ന്. അത് ചൂടില്ലാത്ത എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറും. ഇനി ഒരു വശം നന്നായിട്ട് കുക്കായ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പലരും പല രീതിയിലായിരിക്കും ചിക്കൻ 65 ഉണ്ടാക്കുക. അതായത് മാരിനേഷനിൽ കടലമാവ് പലരും ചേർക്കാറുണ്ടാവില്ല. പക്ഷേ കടലമാവ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ ടെക്സ്ചറിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചിക്കനിലധികം എണ്ണ വലിച്ചെടുക്കൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കടലമാവ് യൂസ് ചെയ്യാണ്ട് ചിക്കൻ 65 ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അകത്ത് നല്ല ജ്യൂസി ആവും കേട്ടോ ഈ ഒരു ചിക്കന്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉണക്കമുളകും അതുപോലെ വലിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ. അപ്പം അത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനും ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1-2 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കുക. പിന്നെ നമ്മൾക്ക് ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് കറി ലീവ്സ് വേണം. അപ്പോൾ അത് നമ്മൾ ആദ്യമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാൻ പിന്നെ ലാസ്റ്റാണ് ഓർത്തത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളറ് വേണം. കളറ് ഓപ്ഷണലാണ്, പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു കളറ് കാണുമ്പോഴല്ലേ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലെ എണ്ണ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ സോസും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് നമ്മളിപ്പം ഓറഞ്ച് റെഡ് ഫുഡ് കളറാണല്ലോ ചേർത്തിട്ടുള്ളത്, അത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പൗഡറായിട്ട് ചേർക്കുന്നതിൽ നല്ലത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് കളറ് കിട്ടുക കേട്ടോ. ഈ കാണുന്ന കളറല്ല, ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു കളറായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന കളർ യൂസ് ചെയ്യാണ്ടിരിക്കുക നല്ലത് കേട്ടോ. ഇങ്ങനെ ഓറഞ്ച് റെഡ് ഫുഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള കളർ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇങ്ങനത്തെ റെസിപ്പീസിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച സംഭവം തന്നെ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. ഒന്നുകൊണ്ട് ഡ്രൈ ആയിട്ട് വന്നോട്ടോ കേട്ടോ. ഡ്രൈ ആയാലേ നമ്മുടെ ചിക്കൻ 65 നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ 65 നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കളർ ഇതിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ആ ഒരു സോസിലുള്ള കോട്ടിങ്ങോട് കൂടിയാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 റെസിപ്പിയാട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.